ഇന്ന് ജിൻഡോ റസ്മിനെ അങ്ങ് തേച്ചൊട്ടിച്ചെന്ന് പറഞ്ഞാൽ മതി. ലാലേട്ടൻ പറഞ്ഞു പവർ ടീം അംഗങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആരാ ക്യാപ്റ്റൻ, റഷ്യ, വേറെ ആരെങ്കിലും നേരത്തെ തീരുമാനിച്ചു. ഇതൊക്കെ ഇവര് കണ്ടിരുന്നാണല്ലോ. ശരിയാണ്, നോറ ആകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് കൊടുത്തത്. അങ്ങനെ വന്നപ്പോഴാണ് ഋഷി ജയിച്ചത്. ഇപ്പം പറഞ്ഞു, ഋഷി മോനെ നിനക്ക് ഇച്ചിരി പണി കൂടിയിട്ടുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞു. കാര്യം ടീമിനെ എല്ലാം തിരഞ്ഞെടുക്കണം, അവർക്കുള്ള ഡ്യൂട്ടി കൊടുക്കണം. അതുകൂടാതെ ഇത്തവണ ക്യാപ്റ്റൻ തന്നെയാണ് പവർ ടീം അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു. കാര്യം ഇവര് 3 പേരെ ഉള്ളത്, ഇപ്പം വേറെ ആളിനെയും തിരഞ്ഞെടുക്കണം. ഒരു പക്ഷെ അഭിഷേകിനെ മാറ്റേണ്ടി വരുമായിരിക്കും. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എന്തൊക്കെയാ നീ നടത്താൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, ലാലേട്ടാ എന്റെ കാര്യം തന്നെ എനിക്ക് ചോദിന് നോക്കാൻ അറിയത്തില്ല. അപ്പൊ എങ്ങനെയാന്ന് അറിയത്തില്ല, എങ്ങനെയും കൊണ്ടുപോകണം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാരും എന്നോടൊന്ന് സഹകരിക്കണേ എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു. എന്നെ നിങ്ങൾ മുട്ടുകുത്തിക്കല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ചോദിച്ചു, നേരത്തെയുള്ള ക്യാപ്റ്റന്മാരിൽ ആർക്കെങ്കിലും ഋഷിയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന്. കേട്ട വഴുതി റസ്മിൻ അങ്ങ് ചാടി എഴുന്നേറ്റ് കയ്യും പൊക്കി. എന്നിട്ട് പറഞ്ഞു, ഋഷി എത്ര നല്ല കാര്യങ്ങൾ നീ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഫോൾട്ട് ചെയ്താൽ അത് കയറിയായിരിക്കും എല്ലാരും കൂടെ പിടിക്കുന്നത്. അതുകൊണ്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തുറന്നങ്ങ് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു എന്നങ്ങ് പറയണം. എത്ര നല്ല ചെയ്തെന്ന് പറഞ്ഞാലും മോനെ ഒരു നെഗറ്റീവേ ഉള്ളൂ എന്ന വരിയിൽ അത് മതി നിന്നെ ഇതാക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കി നിന്നപ്പോഴത്തേന് റസ്മിൻ തന്നെ പറഞ്ഞു, നേരത്തെയുള്ള ക്യാപ്റ്റന്മാരായാലും പറയെന്ന് പറഞ്ഞു. ഉടനെ ജിൻഡോ എടുത്തടിച്ചു പോലെ പറയാ, ലാലേട്ട അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ തെറ്റുകൾ ചെയ്താൽ അംഗീകരിക്കണമെന്ന്. അദ്ദേഹം അംഗീകരിക്കത്തില്ല, അതാണ് അദ്ദേഹത്തിന്റെ ഫോൾട്ടെന്ന്. ചമ്മി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. റസ്മിൻ ഇനി ആകെപ്പടെ അങ്ങ് ഉരുകിപ്പോയി അത് കേട്ടപ്പോഴത്തേനും. പിന്നെ ഉടനെ നോറ പറഞ്ഞു, നീ നല്ലത് ചെയ്യുക, മറ്റുള്ളവർ പറയുന്ന എല്ലാരെയും ഒരുപോലെ രീതിയിൽ കൊണ്ടുപോവുക, ഇതൊക്കെ ഉള്ളൂ എന്ന് നോറ പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു, ഋഷി നീ എത്ര നല്ല ചെയ്താലും ലാസ്റ്റ് ദിവസം ലാലേട്ടൻ വരുമ്പം പറയും, അവൻ അങ്ങനെ ചെയ്തു, അതാ ചെയ്തത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയും. നീ തെറ്റ് ചെയ്താ പറയും, അവനാണ്ടതേ അങ്ങനെ തെറ്റാ ചെയ്തേ, അല്ലെ അതാ ചെയ്തെന്ന് പറയും. അതുകൊണ്ട് നീ അതൊന്നും നോക്കണം, നീ നിനക്ക് എന്താണ് യുക്തി എന്ന് തോന്നുന്നേ ആ രീതി നീ അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു. ജിൻഡോ വന്നിട്ട് പ്രത്യേകം പറഞ്ഞു, അതുകൊണ്ട് ഋഷി നീ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് അംഗീകരിക്കാൻ നീ നോക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും എന്നും പറഞ്ഞു. ലാലേട്ടൻ പോയതിനു ശേഷം പൂരാടിയായിരുന്നു കേട്ടോ. പിന്നീട് റസ്മിനും ജിൻഡോയും കൂടെ. റസ്മിൻ താൻ പോടൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, തനിക്കിനി ഒരു പരിഗണനയും ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. ജിൻഡോ പറയുന്നു, പിന്നെ നീ എന്ത് പരിഗണനയാണ് എനിക്ക് തരുന്നേ? എനിക്ക് ആരുടെ ഒരു പരിഗണനയും വേണ്ട, ഞാൻ തന്നെ ഗെയിം കളിക്കാനാ വന്നത്, ഞാൻ തന്നെ ഗെയിം കളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നീ പൊടി എന്ന് ജിൻഡോ പറയുന്നു. താൻ പോടുമെന്ന് റസ്മിൻ പറയുന്നു. ഒരു മര്യാദയില്ലാത്ത സംസാരമാണ് പിന്നീട് റസ്മിൻ അവിടെ സംസാരിച്ചത്.